സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടു. ഇ-പോസ് സെർവർ പ്രവർത്തിക്കാത്തതിനാൽ റേഷൻ വിതരണത്തിനുള്ള തീയതി നീട്ടി നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ മാസം റേഷൻ വിതരണം ഇന്ന് അവസാനിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇ-പോസ് സെർവർ തകരാറിലായിരിക്കുന്നത്. എന്ത് നടപടിയായിരിക്കും ഇനി സ്വീകരിക്കുക? കീർത്തന, ഇന്ന് രാവിലെ മുതൽ റേഷൻ വിതരണം മന്ദഗതിയിലായിരുന്നു. 10:00 കൂടിയാണ് റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുള്ളത്. സെർവർ തകരാറിലായതാണ് ഇ-പോസ് സംവിധാനം തകരാറിലാവാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാളെ അവധി ദിനമാണ്. ഈ മാസത്തെ റേഷൻ വിതരണം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ കൂടുതലായ ആളുകൾ റേഷൻ കടയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഈ സെർവർ തകരാറിലാകാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വ്യാപാരികൾ പറയുന്നത് ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് കൂടി നീട്ടിത്തരാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യമാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ മാസം ആദ്യം മുതൽ തന്നെ ഇ-പോസ് സംവിധാനം തകരാറിലായിരുന്നു. അതിൽ ഒന്ന് മസ്റ്ററിംഗ് നടത്തിയതാണ്. മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഇ-പോസ് മെഷീൻ തകരാറിലായി. അങ്ങനെ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. അതിനിടയിൽ കരാറുകാർ സമരത്തിലായതോടുകൂടി കടകളിലേക്ക് ആവശ്യത്തിന്റെ സാധനങ്ങൾ എത്തിയിരുന്നുമില്ല. അങ്ങനെ ആദ്യഘട്ടത്തിൽ റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഇ-പോസ് മെഷീൻ തകരാറിലായതോടെ റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടുള്ളത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആളുകൾ കാര്യമായി തന്നെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഭക്ഷ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഇ-പോസ് തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അടിയന്തര ഇടപെടൽ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ റേഷൻ വിതരണത്തിനുള്ള തീയതി സമയം കൂടി നീട്ടി നൽകണമെന്നൊരു ആവശ്യമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കീർത്തന, ശരി, സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.